ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ മനോഹരമായൊരു ദിവസം കൂടെ ദൈവം തന്നതിനായി ദൈവത്തിന് സ്തുതി. ദൈവ തിരുനാമം, ദൈവത്തിൻ്റെ സർവശക്തി എല്ലാം നമ്മൾ കാക്കുമാറാകട്ടെ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സും ഹൃദയവും പുതുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾക്കായിരിക്കാം. നമ്മളെ ശുദ്ധീകരിക്കുന്നതും നമ്മളെ ബലപ്പെടുത്തുന്നതുമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. ദൈവവചനം അത് ക്ലെൻസിങ് പവറുണ്ട്, അതിന് ശുദ്ധീകരിക്കുന്ന ശക്തിയുണ്ട്, ശക്തീകരിക്കുന്ന ശക്തിയുണ്ട്. ശുദ്ധീകരണവും ശക്തീകരണവും പ്രത്യാശ എല്ലാം തരുവാൻ ദൈവത്തിന് വചനത്തിന് സാധിക്കും. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തുകൊണ്ട് ദൈവവചനം ദൈവം തന്നെയാണ്. അത് ദൈവം വ്യത്യസ്തമായ വ്യക്തികളിൽ കൂടെ പ്രവാചകന്മാരിൽ കൂടെയൊക്കെ കാലാകാലങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലിഖിതങ്ങളായിരിക്കുന്ന വചനങ്ങൾ ഓരോ ഇന്നത്തെ എക്കാലത്തിലും അത് അനുഗ്രഹപ്രദമാണ്. സങ്കീർത്തനങ്ങൾ ഓരോ മനുഷ്യനും അവൻ്റേതായ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ കൂടെ കടന്നുമ്പോൾ വായിക്കുവാനും ധ്യാനിക്കുവാനും ആശ്വാസം പ്രാപിക്കുവാനും എല്ലാം മതിയായതാണ്. ഈ തിരുവെഴുത്തുകൾ മതിയായതാണ്. ഇറ്റ്സ് ഇനഫ് ഫോർ എവരി വൺ. ഇതിനപ്പുറം വേറെ ഒന്ന് വേണോ? എല്ലാം അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. സഫീഷ്യൻ്റ് വൺ, മതിയായത്, തൃപ്തിയായത് എല്ലാം ഉണ്ട്. ദൈവവചനത്തിൽ എപ്പോഴും നമുക്ക് ആശ്രയിക്കാം. ഒരിക്കലും മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യരുടെ വാക്കുകളും മൊഴികളും എല്ലാം മാറിപ്പോകും, അവർ മറന്നുപോയേക്കാം. പറഞ്ഞ വാക്കുകൾ മറക്കുന്നവരാണ് മനുഷ്യർ പലപ്പോഴും. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നവരാണ് പലരും ഇന്ന്, അല്ലേ? ആശ്വാസത്തിൻ്റെ വാക്കുകൾ പോലും വളരെ കഷ്ടതയിലിരിക്കുന്നവർ പോയി ആശ്വസിപ്പിക്കാൻ വാക്കുകൾ പറയാൻ എളുപ്പമാണ്. പക്ഷേ വാക്കുകൾക്ക് ആഴമില്ലെങ്കിലോ, അതിൻ്റെ പിന്നിലൊരു ശക്തിയില്ലെങ്കിലോ, സ്നേഹമില്ലെങ്കിലോ പ്രകാരമായിരിക്കാം. ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്, വേദനയിലിരിക്കും ദുഃഖത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വെറുതെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നത് മാർബിളിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. അതതിനകത്തൊന്നും പ്രവേശിക്കുകയില്ല. കാരണം ആ ഹൃദയം അത്രമാത്രം ഭയങ്കരമായ വേദനയിലിരിക്കുന്ന ഇതാണ്. എന്നാൽ യഥാർത്ഥമായി ദൈവകൃപയോടുകൂടി ഉണ്ടെങ്കിൽ ദൈവം ആശ്വസിപ്പിക്കുമ്പോൾ അത് ആശ്വാസമാണ്, അത് അലിയിക്കുന്നതാണ്, അത് സാന്ത്വനമാണ്, അത് മഹത്തരമാണ്, അത് ജീവനുള്ളതാണ്, അത് സജീവമാണ്. നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനത്തിലെല്ലാം നമ്മൾ കാണുന്നത് എന്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം, അതൊരു നേച്ചറായിട്ട് മാറുകയാണ്, അതൊരു സ്വഭാവമായിട്ട് മാറുകയാണ്. ഇപ്പം ചില പറയത്തിൽ എന്തുണ്ടെങ്കിലും ചെന്ന് ചിലരോട് ചെന്ന് പറയുമെന്ന്, ചില ഫ്രണ്ട്സിനോട് എന്തുണ്ടെങ്കിലും ചെന്ന് പറയും എന്ന് പറഞ്ഞ് ഇവിടെ ദൈവം ഏറ്റവും ഒരു സഹായകനാകുകയാണ്, ഒരു സന്തത സഹചാരിയാകുകയാണ്, ഒരു മെറ്റായി, ഒരു പ്രാണമിത്രമായിട്ട് മാറുകയാണ്, ഒരു അഭയസ്ഥാനമായി മാറുകയാണ് എല്ലാം. ഇതെല്ലാം ദ്യോതിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇന്നത്തെ ഇത് 61-ാമത്തെ സങ്കീർത്തനം. അവിടെ വളരെ മനോഹരമാണ്, അർത്ഥസമ്പൂർണമായ ഒരു ചെറുതാണെങ്കിലും വളരെ ഒരു വ്യക്തിക്ക് ഒരു ഷോർട്ട് പ്രയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ ഒരു ഷോർട്ട് പ്രയർ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും കടന്നു വരും. വലിയ അഴിമേറിയ അർത്ഥങ്ങൾ ഇതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ 61-ാം സങ്കീർത്തനം അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ. ഒരു കുഞ്ഞിന് ഏറ്റവും അതിന് വൊക്കാബുലറി ഒന്നും അറിയത്തില്ല, വാക്കുകൾ പോലും ഉച്ചരിക്കാൻ അറിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? അതിന് വിശക്കുമ്പോൾ അല്ലെങ്കിൽ വേദനിക്കുമ്പോൾ എല്ലാം അത് കരയുകയാണ്, നിലവിളിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അത് ആ മാതൃഹൃദയത്തെ അലിയിക്കും, ആ മാതൃഹൃദയം അത് ശ്രദ്ധിക്കും, മനസ്സിലാകും അമ്മയ്ക്ക് ആ കുഞ്ഞിൻ്റെ ആവശ്യം എന്താണ്, നീഡ്. അത് ഒന്നും പറയുന്നില്ല, പക്ഷേ അതിൻ്റെ നീഡ് എന്താണെന്ന് ആ അമ്മ മനസ്സിലാക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതിന് പ്രതിവിധി ചെയ്യുകയാണ്, അതിന് ഉത്തരം കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പകരുമ്പോൾ, നിലവിളിക്കുമ്പോൾ നമ്മുടെ യാചനയുടെ ശബ്ദത്തിൽ ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. അത് തുടർന്ന് അവിടെ സാക്ഷിക്കുന്നുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ഒരു സാക്ഷ്യം. ജീവിത അനുഭവമായിരിക്കണം, വെറുതെ ജൽപ്പനമല്ല, കുറേ ഉരുവിടലുകളല്ല,
ആവർത്തനമല്ല. കുറേ ജൽപ്പം മന്ത്രം ഉരുടുന്ന പോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കമ്പാഷനേറ്റ്, അത് ഒരു ഹൃദയ പകർച്ചയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ഇവിടെ പറയാം ക്ഷീണം, ഇവിടെ ഒരു ഹൃദയം അല്ലേ. ഹൃദയം ക്ഷീണിക്കുമ്പോൾ ശരീരവും ക്ഷീണിക്കും. ഹൃദയം ബലവത്തായിരിക്കുമ്പോൾ ശരീരം ബലവത്തായിരിക്കും അല്ലേ. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന് പറയും. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. മനസ്സുണ്ട് മാർഗമുണ്ടെന്ന് പറയും. മനസ്സില്ലെങ്കിലോ മാർഗമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൃദയത്തിൻ്റെ തളർച്ച ശരീരത്തിൻ്റെ തളർച്ചയായിട്ട് മാറാം. എന്നാൽ ഹൃദയത്തിൻ്റെ ബലം ശരീരത്തെയും നമ്മൾ ബലപ്പെടുത്തും അല്ലേ, ബലപ്പെടുത്തുന്നതാണ് കാണുന്നതായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. വേറെ യു ആർ അല്ല, അന്റാർട്ടിക്കയിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, ഏതൊരു ഭൂമിയുടെ അറ്റത്തുനിന്ന് വർത്താലും, ഞാൻ സമുദ്രത്തിൻ്റെ അറ്റത്ത് വാർത്താലും അവിടെയും നിൻ്റെ കയ്യിൽ നിന്ന് നടത്തുമെന്ന് 139 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. ദാവീദ് സാക്ഷിക്കുകയാണ്, ഞാൻ വിശ്വസിച്ച് ചിറക് ധരിച്ച് സമുദ്രത്തിൽ അവിടെയും നിൻ്റെ കയ്യിൽ പാലിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് മറിഞ്ഞിരിക്കാൻ നമുക്ക് അവിടെ പറ്റും. ദൈവത്തിൻ്റെ ദയാൽ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുമെന്ന് പറയുന്നത്. അവൻ്റെ ദൃഷ്ടി ഏൽക്കാത്തത് എവിടെയെങ്കിലും ഉണ്ടോ അല്ലേ. സൂര്യപ്രകാശം പോലും എല്ലായിടത്തും ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭൂമിയിൽ ഒരേ സമയം എല്ലായിടത്തും അത് പതിക്കുന്നില്ല അല്ലേ. ഒരു സമയത്ത് പകലായിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് രാത്രിയാണ്. ലോകത്തിൻ്റെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥയും ക്ലൈമറ്റും എല്ലാമൊക്കെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രകാശം അത് എപ്പോഴും എല്ലായിടത്തും എത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ, തങ്ങൾ ആശ്രയിക്കുന്നവരുണ്ടോ എന്ന് കാണുവാൻ ദൈവത്തിൻ്റെ കണ്ണ് ഊടാടി നടക്കുന്നതാണ് അവിടെ പറയുന്നത് അല്ലേ. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കും തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത് ദൈവത്തിൻ്റെ കണ്ണുകൾ ഊടാടി നടക്കുന്നതെന്ന് പറയുന്നത്. ദൈവം ശ്രദ്ധിക്കുകയാണ് ആരാണ് തങ്ങൾ ആശ്രയിക്കുന്നവരെ. കാരണം മനുഷ്യന് സ്വയമേവ ജീവിക്കാം, അവന് ദൈവത്തെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുക അല്ലെ. വിൽ, അത് ഒരു റോബോട്ടല്ല മനുഷ്യൻ, അവന് വില്ല് കൊടുത്തിരിക്കുക. അവന് ആ വില്ല് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, റിജക്ഷന് വേണ്ടി ഉപയോഗിക്കാം, റിസീവിങ് വേണ്ടി സ്വീകരിക്കാനും ത്യജിക്കുവാനുള്ള മനസ്സ് അവന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. അപ്പം നമ്മളത് ഇത് ചെയ്യേണ്ടത് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ഹൃദയം ക്ഷീണിക്കാൻ ഭൂമിയുടെ അറ്റത്ത് തന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിനെതിരെ ഉറപ്പുള്ള ഗൗരവമായിരിക്കുന്നുവല്ലോ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഫുൾ സ്റ്റോപ്പ്. ഒരു മ്യൂസിക് നോട്ടിന് അവിടെ എൻ്റെ ഒരു പോർഷനായിട്ട് അവിടെ കാണാം. ലെഡ് മീ ടു ദ റോക്ക് ദാറ്റ് ഈസ് ഹയ്യർ ദാൻ ഐ. എന്നെക്കാൾ എനിക്ക് ഉയർന്ന പാറയെങ്കിലേക്ക് നടത്തണം. ഫോർ യു ആർ മൈ റെഫ്യൂജ്, എ സ്ട്രോങ് ടവർ അഗെയിൻസ്റ്റ് ദ enemy. ലെറ്റ് മീ അബൈഡ് ഇൻ യുവർ ടെന്റ് ഫോർ അവർ ഫൈൻഡ് റെഫ്യൂജ് അണ്ടർ ദ ഷെൽട്ടർ ഓഫ് യുവർ വിങ്സ്. ഇവിടെ എനിക്ക് അത്യുന്നതമായ പാറ, അതാരാണ്? ദൈവമാണ് ആ പാറ എന്ന് പറയാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനും. ദാവീദ് മറ്റുള്ള സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, നീ എനിക്കൊരു സങ്കേതം. ഇതെല്ലാം ദാവീദിൻ്റെ ആവർത്തിച്ചിട്ടുള്ളതായ ആ ഏറ്റുപറച്ചിലാണ്. ശത്രുവിന് ഇതിൻ്റെ ഉറപ്പുള്ള ഗോപുരമായിരിക്കുന്നുവല്ലോ. എന്നാൽ അത് സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, 18-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമമാണ് ബലമുള്ള ഗോപുരം, സ്ട്രോങ് ടവറാണത്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഇപ്പം നമ്മൾ ഈ ഇസ്രായേലിലേക്ക് യുദ്ധഭീതിയുള്ള സമയത്ത് കണ്ടില്ലേ, അവിടെ യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ അവർ ബങ്കറുകളിൽ കയറുകയാണ്. ബോംബ് വർഷം അത് വരുമ്പോൾ സൈറൻ മുഴങ്ങുമ്പോൾ അവർ ബങ്കറുകളിലേക്ക്, ഭൂമിക്കടിയിലുള്ള ബങ്കറുകളിലേക്ക് ഓടിച്ചെന്ന് കയറുകയാണ്. ചില സ്ഥലങ്ങളിലേക്ക് ഓടിച്ചെന്ന് കയറുകയാണ്. അതുപോലെ ഭൂമി കുലുക്ക സാധ്യതയുള്ള സുനാമി പോലെ അങ്ങനെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഷെൽട്ടേഴ്സൊക്കെ ഉണ്ട്, തകരാത്ത വിധം. നല്ലത് അതുപോലെ തകരുന്ന അനുഭവങ്ങളുണ്ട്. നല്ല സദൃശ്യമാണ്, അതിലേക്കൊക്കെ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നില്ല. ഇവിടെ സംഗീതക്കാരൻ പറയുകയാണ്, ദാവീദ് പറയുകയാണ്, ദാവീദ് രാജധാനി വിട്ടോടി മഹനയീമിൽ ചെന്ന് പാർത്ത സമയത്ത് രചിച്ചതാണ് പറഞ്ഞത്. മഹനയീം മരുഭൂമിയിൽ പാർത്ത സമയത്ത് പാലിച്ചു. അപ്പോൾ അവിടെ ഒന്നുമില്ല, ആശ്രയിക്കാനൊന്നുമില്ല. അവിടെയാണ് ദൈവത്തിൻ്റെ ആശ്രയം. ദൈവം സഹായകനായി, ടവറായി, സങ്കേതമായി, റെഫ്യൂജ് എല്ലാം മാറുന്നതാണ്. ഇവിടെ അടുത്ത് പറയുകയാണ് 11-ാമത്തെ വാക്യത്തിൽ, ഈ സദൃശവാക്യത്തിൽ തന്നെ, ധനവാന് തൻ്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അതവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിന് മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുമ്പേ താഴ്മ. അവിടെ മറ്റൊരു ഉറപ്പുള്ള പട്ടണം എന്ന് അനേകർക്ക് തോന്നുന്ന സമ്പത്താണ്. അനേകർ സമ്പത്ത് അതിനുവേണ്ടി
അതാണ് ഉയർന്നുള്ള പട്ടണമെന്ന് തോന്നുന്നു. അതാ സങ്കേതമെന്ന് തോന്നുന്നു. സമ്പത്തിൽ ആശ്രയിക്കുക അവർ. ധനം എന്നേക്കും ഇരിക്കാമെന്ന് പറയുന്നത്. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായത്തിൽ തന്നെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ട് കളയുക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതെയായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. സമ്പത്ത് നിലനിൽക്കുന്നതല്ല, അതിൽ ആശ്രയിക്കരുത്. ദൈവമാണ് നിലനിൽക്കുന്നത്. ദൈവം സമ്പത്ത് തന്നാൽ അതിൽ മനസ്സ് വെക്കരുത്. അത് നമുക്ക് അനുഭവിക്കാം സ്തോത്രത്തോടെ. ദൈവോന്മുഖമായി ദൈവഹിതപ്രകാരം നമുക്ക് വിനിയോഗിക്കാം. ദൈവം ധനവാനാക്കാം, ദൈവം സമ്പത്ത് തരാം, ദൈവം ഐശ്വര്യം തരാം. എന്നല്ലാത് മാത്രമല്ല ക്രിസ്തീയത എന്ന് പറയുന്നത്. ഈ നാളുകളിൽ വ്യാപരിക്കുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയും, അതായത് അഭിവൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയും. സമ്പന്നനാകുന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പദവി എന്ന് പറയും. അല്ല, ഈ ഗോസ്പൽ എന്ന് പറയുന്നത് അത് ഒരു വ്യക്തി വ്യാഖ്യാനിച്ച് വളരെ മനോഹരമായിരിക്കുന്നു. ഗോസ്പൽ എന്ന് പറയുന്നത് യേശുവാണ്. ആ ഗോസ്പലിനകത്ത് സമൃദ്ധി ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, സമൃദ്ധിയല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷത്തിൽ ഒരു ഭാഗം പ്രോസ്പെറിറ്റി ഉണ്ട്. അതിനകത്ത് എല്ലാം ഉണ്ട്, സമ്മിശ്രമാണ്. എന്നാൽ അവിടെ ദൈവമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ദൈവം എല്ലാറ്റിനെയും നമുക്ക് അതിജീവിക്കാൻ നമുക്ക് കൃപ തരികയാണ്. ലാസർ ദരിദ്രനായിരുന്നു, പക്ഷെ അവൻ ദൈവരാജ്യത്തിലെത്തുകയാണ്. അതേസമയം അവൻ ഇരിക്കുന്ന മടിയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. സമ്പത്തോ ധനവാനോ ദാരിദ്ര്യമോ ഒന്നുമല്ല, ദൈവമുണ്ടോ അതാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. ദൈവം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇവിടെ പറയുകയാണ്, നിന്റെ ദൃഷ്ടി ധനത്തിന് മേലൊന്നും പതിക്കരുത്, ദൈവത്തിലാണ് ദൃഷ്ടി പതിക്കേണ്ടത്. യോബിന്റെ പുസ്തകത്തിലേക്ക് വന്നാലോ അവിടെ മനോഹരമായ ചില വാക്യങ്ങളുണ്ട്. എന്താണ്? 22-ാമത്തെ അധ്യായത്തിലാണ് യോബിന്റെ പുസ്തകം. നീ അവനോടിണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അവൻ്റെ വായിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവൻ്റെ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സർവ്വസംഗതയിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതിയോടെ നിന്റെ കൂടാരങ്ങൾ നകറ്റുക, നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്ങും തോട്ടിലെ കല്ലിനിടയിലും ഇട്ട് കളയുക. പൊന്നൊന്നും വലുതായിട്ട് തോന്നുകില്ലെന്ന് പറയുന്നത്. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളവുമായിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തിലേക്ക് നിന്റെ മുഖമുയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം സുപ്രകാശിക്കും. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ചയെന്ന് നീ പറയും. താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും, നിർദോഷി അല്ലാത്തവനെ പോലും അവൻ വിടുവിക്കും. നിന്റെ കൈകളെ വെടുപ്പിനാലവൻ വിടുവിക്കപ്പെടും. കണ്ടോ, ഇവിടെ പറയാണ്, നീ സർവശക്തനെങ്കിൽ ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും. അവനിലാണ് ആശ്രയിക്കുക, അവനോടാണെങ്കിൽ സമാധാനമായിരിക്കുക. സമ്പത്തിലോ സ്വത്തിലോ വെള്ളിയിലോ പൊന്നിലോ ഒന്നും നമ്മൾ ആശ്രയിക്കരുത്. ദൈവത്തിലാണ്. ദൈവം എൻ്റെ സംസാരിക്കണം. പാട്ടുണ്ടല്ലോ മലയാള സംഗീതത്തിലെ ഭക്തൻ്റെ, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം, ദൈവം മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്ന് ഉയർത്തണം എന്ന് പറഞ്ഞ ആ പാട്ട് വളരെ മനോഹരമാണ്. ഇവിടെ സങ്കേതപ്പെടുകയാണ്, നിന്റെ ശരണം പ്രാപിക്കും. തുടർന്ന്, ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നതിൻ്റെ അവകാശം എനിക്ക് തന്നുവരിക്കുന്നു. രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും, നിന്റെ സംവത്സരങ്ങൾ തലമുറയിലിരിക്കും. അവൻ എന്നേക്കും ദൈവസന്നിധിയിൽ വസിക്കും. അവനെ പരിപാലിക്കേണ്ടത് ദൈവം വിശ്വസ്തം കൽപ്പിക്കണമേ. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. പ്രതികൂലത്തിലും നല്ല വാക്കുകൾ പറയുക, നെഗറ്റീവ് വാക്കുകൾ പറയരുത്. നീ രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും, അവൻ്റെ സംവത്സരങ്ങളെ തലമുറകളോളം ഇരിക്കും. രാജാവിനെ കുറെ നീ അവൻ്റെ ആയുസ്സിനെ ദീർഘമാക്കും. പ്രതികൂലത്തിലും പ്രത്യാശയുടെ വാക്കുകൾ പറയുക, നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, ഈ കഷ്ടത്തിലിരുന്നാൽ ദൈവം എനിക്ക് സങ്കേതമായിരിക്കും, ദൈവം എനിക്ക് ബലമായിരിക്കും, എന്നെ ശക്തനാക്കുന്നതിന് മോഹനം സകലത്തിലും മതിയായവനാകുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ, വചനങ്ങൾ നമ്മൾ ഹൃദയസ്ഥമാക്കിയാൽ വചനം നമ്മളെ ജീവിപ്പിക്കും, ചൈതന്യം തരും, നമുക്ക് ബലം തരും. നമുക്ക് നമ്മുടെ വഴികൾ പ്രകാശമായിട്ടത് മാറും. നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ദൈവം അത് പ്രദാനം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം. ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. അവൻ അപ്പോൾ എന്ത് ചെയ്യണം? ദാവീദ് തീരുമാനിക്കുക, ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കും. ഐ സിങ്, സോ ഐ വിൽ ഓൾവേസ് സിങ് പ്രൈസസ് ടു യുവർ നെയിം, സോ ഐ പേ മൈ വോസ് ഡേ ആഫ്റ്റർ ഡേ. ഐ വിൽ ഓൾവേസ് സിങ് പ്രൈസസ്. ഞാൻ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കും. ദൈവത്തെ സ്തുതിക്കാം, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് അർപ്പണം ചെയ്യാം. അത് നമുക്ക് അനുഭവമായിട്ട് മാറട്ടെ. സ്നേഹവാനായ ദൈവമേ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്നെ വിളിച്ചുപേക്ഷിക്കും. എൻ്റെ ഹൃദയം ക്ഷീണിച്ച് എന്നെ വിളിച്ചുപേക്ഷിക്കുമ്പോൾ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് സങ്കീർത്തനക്കാരൻ ജീവിത അനുഭവം. കർത്താവേ, അനുഭവത്തെ മാറ്റിമറിക്കുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ. ദൈവം ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യമായി മാറട്ടെ. ഉറ്റ തുണിയായി, സഖിയായി, മിത്രമായി, എല്ലാമായി യേശുവേ, അവിടെ നിങ്ങളോട് കൂടെയുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത് തിരിച്ചറിയുവാൻ, നിന്നോട് ചേർന്നിരിപ്പാൻ, നിന്നോട് പറ്റിച്ചേരുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ അപ്പാ. നിന്നോട് പറ്റിച്ചേർന്നിരിക്കട്ടെ. എല്ലാ നന്മകൾ നിറയ്ക്കണമേ, മുഖത്തോട് നിന്ന് മാത്രം എടുക്കണമെന്ന് എനിക്ക് തന്നെ. ആമേൻ.
இரக்கம் நிறைந்த தெய்வமே இதயம் திறந்த